ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൽ ഓക്സിജൻ ഒന്നും വെച്ചിട്ടില്ലല്ലോ. അതിൻ്റെ സംവിധാനമുണ്ട് അരുൺ. അവരത് ഇറക്കിയതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടക്കൂ. അത് വെച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക സാഹചര്യം വിലയിരുത്താനാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇത് വെച്ചതിന് ശേഷമാണ് അവരിറങ്ങുക. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് അരുൺ. ഇതൊരു സാധാരണ വെള്ളം കൂടിയല്ല, ഏതെങ്കിലും പുഴയിലോ കായലിലോ വീണ ആളെ തപ്പുന്നത് പോലെയല്ല. ഇത് പൂർണ്ണമായി മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ആ രീതിയിൽ അഭിനന്ദിച്ചേ മതിയാവൂ. ഈ സംഘങ്ങളെ ഒരു മടിയും കൂടാതെ ആ മനുഷ്യജീവന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പൂർണ്ണമായിട്ടും മലിനമായ ജലത്തിലാണ്, ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകുന്ന ഒരു ഭാഗത്താണ് അയാൾ നിൽക്കുന്നത് അല്ലേ? അത് തന്നെയാണ് അരുൺ. ഈ ഉദ്യോഗസ്ഥർ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കാണിച്ച എല്ലാ മാലിന്യവും പേറി വരുന്ന ഈ തോട്. അതിലാണ് ഇവരിറങ്ങി പരിശോധന നടത്തുന്നത്. ഇന്ന് തന്നെ ഉറപ്പായും ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ സ്കൂബ ടീമിലെ ഓരോ അംഗങ്ങളും പങ്കുവയ്ക്കുന്നത്. ഇവിടെ സ്കൂബ ടീം അംഗങ്ങൾ ഏതാണ്ട് 10-ലധികം പേർ ഇതിനകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഏകദേശം എത്ര മീറ്ററോളം പോയി ഇവിടെ നിന്ന്? 40 മീറ്റർ. അവിടെ 40 മീറ്ററോളം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 50 മീറ്റർ ഉണ്ട് എന്നാണ് കണക്കൂട്ടുന്നത് അല്ലേ? ഇവിടുന്ന് അവിടെ അങ്ങേറ്റം 50 മീറ്റർ ഉണ്ട്. അപ്പോൾ ആ 10 മീറ്റർ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കും. ബാക്കിയുള്ള 10 മീറ്റർ ഇപ്പം ഒന്ന് നോക്കും. അപ്പോൾ ഈ 50 മീറ്ററിനകത്ത് ഇല്ല എങ്കിൽ പിന്നീട് മറ്റ് 210 മീറ്ററിലേക്ക് കയറേണ്ടി വരും. അതെ. ഇപ്പോൾ നിലവിൽ എത്ര ആളുണ്ട് ഇറങ്ങിയവരെന്താ പറയുന്നത്? ഇറങ്ങിയത് ഒരു 6 മീറ്റർ ഇറങ്ങി. 3 മീറ്റർ അത്രയും ആളുണ്ട്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത് അരുൺ. ഇവർ സ്കൂബ ടീം ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേര് കൂടി ഒന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം എത്ര വലിയ ദുഷ്കരമായ ഒരു എഫേർട്ടാണ് എടുക്കുന്നത് എന്നത് നമുക്കറിയാം. ഉദ്യോഗസ്ഥന്റെ പേരെന്താ? ഇപ്പോൾ ഇറങ്ങിയ ഉദ്യോഗസ്ഥന്റെ പേരെന്താ? വിജിൻ. ഏത് ഓഫീസിലാണ്? എവിടെയാ? ട്രിവാൻഡ്രത്ത്. വിജിൻ എന്നാണ് പേര്. വിജിൻ എന്നാണ്. വിജിൻ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ്. തീർച്ചയായും ആ ഉദ്യോഗസ്ഥന്റെ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. പറഞ്ഞോളൂ അരുൺ ഇന്നലെ ഇറങ്ങിയ സ്കൂബ ടീമിലെ അംഗങ്ങളോട് നമുക്ക് ചോദിക്കാം. ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഏകദേശം അവിടെ നിന്ന് കുറേ ദൂരം നോക്കിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കാണാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതീക്ഷയിലാണ്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാനുള്ള ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 6 അടിയോളം പൊക്കത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇന്നലെ വെള്ളം ഒരുപാട് താന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിയിട്ട് പറയാം എന്താണ്. ഈ മാലിന്യക്കുഴിയിൽ വീണ് ഒരാൾ കാണാതാവുക എന്ന് പറയുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവും ഈ പരിശോധനയിൽ? ഇതിപ്പോഴത്തെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോഴേക്കും ഇന്നലത്തെ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്മെല്ല്, വേസ്റ്റ്, ഇതൊക്കെ ഒരു പ്രധാന ബുദ്ധിമുട്ട് തന്നെയാണ്. അരുൺ, ഇവർ തയ്യാറാവുകയാണ്. വിനയൻ ക്യാമറ. ഇവർ തയ്യാറാവുകയാണ്. ഓക്സിജൻ സിലിണ്ടറുമായി ഇവർ ഘടിപ്പിച്ച് കൂടുതൽ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ്. അതായത് ഇപ്പോൾ ഈ മാൻഹോളിൽ ഇറങ്ങിയിരിക്കുന്ന വിജിൻ ഇനി ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് ആ മാൻഹോളിന്റെ ഉള്ളിലേക്ക് താഴേക്ക് പോകും. വളരെ ദുഷ്കരമായ അപകടകരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് വിജിനും സംഘവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജിനാണ് ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത ഉദ്യോഗസ്ഥൻ മുകളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നിൽക്കാനുള്ള ഇടമുണ്ടോ ആ മാൻഹോളിൽ? ടി വി പ്രസാദ്, ചെറിയൊരു മാൻഹോളാണ്, ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ വിജിനും കയറുമോ? സാർ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ നടപടി എങ്ങനെയാണ്? നടപടി നമ്മൾ ഇവിടെ സെർച്ച് ആരംഭിക്കുകയാണ്. ഈ മാൻഹോൾ ആളുകളാണോ ഇറങ്ങുക? ഒരു സമയം ഒരാളാണോ കൂടുതലാണോ? ഒരു ടീം 2 പേരാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. സർഫസിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും, ബാക്കിയുള്ള ആൾക്കാർ ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ടാവും. 2 പേരാണ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 പേര് ഓക്സിജൻ സിലിണ്ടറായിട്ട് അകത്തേക്ക് ഇറങ്ങും. അതെ.